നമസ്കാരം, എല്ലാവർക്കും A2R Learning സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബാഹ്യാസ്ഥികൂടം, അതുപോലെ എന്താണ് ആന്തരാസ്ഥികൂടം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാം, വണ്ട്, ഞണ്ട്, ഒച്ച്, ചിപ്പികൾ ഇവയ്ക്കെല്ലാം വളരെ കട്ടി കൂടിയ പുറംചട്ടയാണുള്ളത് അല്ലേ. അതുപോലെ തന്നെ പഴുതാര, തേരട്ട തുടങ്ങിയവയ്ക്കെല്ലാം വളരെ കട്ടി കുറഞ്ഞ പുറംചട്ടയാണ് കാണപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ പുറംചട്ടയുടെ ധർമ്മം എന്താണെന്നറിയുമോ? ഈ ജീവികൾക്കെല്ലാം ഒരു ആകൃതി നൽകുക, അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും ഇവയെ സംരക്ഷിക്കുക എന്നതാണ്. ഇത്തരത്തിൽ പുറമേ, അതായത് ശരീരത്തിന് പുറത്തായിട്ട് പുറംചട്ടകൾ കാണപ്പെടുന്നതിനെ നമ്മൾ ബാഹ്യാസ്ഥികൂടം അഥവാ എക്സോസ്കെൽറ്റൺ എന്ന് പറയുന്നു. ഉരകങ്ങളിലും മീനുകളിലും കാണപ്പെടുന്ന ചെതുമ്പലുകൾ, പക്ഷികളിലെ തൂവലുകൾ, ജന്തുക്കളിലെ മുടികൾ, നഖങ്ങൾ, കുളമ്പുകൾ, കൊമ്പുകൾ ഇവയെല്ലാം ബാഹ്യാസ്ഥികൂടത്തിന്റെ അവശേഷിപ്പുകളാണ്. എന്നാൽ ചില ജീവജാലങ്ങളിൽ ഈ ബാഹ്യാസ്ഥികൂടം അവയ്ക്ക് വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയുമോ? ഈ ബാഹ്യാസ്ഥികൂടങ്ങളിലെ വൈവിധ്യവും അവയിലെ പാറ്റേണുകളും അതുപോലെ തന്നെ അവയുടെ ആ വർണ്ണാഭമായിട്ടുള്ള ഒരു അപ്പിയറൻസും കാരണമായിട്ട് പല ആളുകളും ഇവയെ ഒരു പരിധി കൂടുതലായിട്ട് അങ്ങ് കൊന്നൊടുക്കി ഇവയ്ക്കെല്ലാം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് നിലനിൽക്കുന്നു. അതായത് പുറമെ ഒരു ആവരണമായി അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇതേ ബാഹ്യാസ്ഥികൂടങ്ങൾ കാരണം ഇതേ ജീവജാലങ്ങൾക്ക് ജീവന് ഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ പശു, ആട് പോലെയുള്ള ജീവജാലങ്ങളിൽ ശരീരത്തിനകത്തായിട്ടാണ് അസ്ഥികൂടം കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള അസ്ഥികൂടങ്ങളെ നമ്മൾ ആന്തരാസ്ഥികൂടം അഥവാ എൻഡോസ്കെൽറ്റൻ എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചില ജീവജാലങ്ങളിൽ ബാഹ്യാസ്ഥികൂടവുമുണ്ട്, ആന്തരാസ്ഥികൂടവുമുണ്ട്. അതായത് മുതല, ചീങ്കണ്ണി തുടങ്ങിയ ജീവജാലങ്ങളിലായിട്ട് ഇവയ്ക്ക് ആന്തരാസ്ഥികൂടവുമുണ്ട്, ബാഹ്യാസ്ഥികൂടവുമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ് ബാഹ്യാസ്ഥികൂടം, അതുപോലെ തന്നെ എന്താണ് ആന്തരാസ്ഥികൂടം, അവ എങ്ങനെയാണ് ജീവികളെ സംരക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.